ഹലോ ഡിയേഴ്സ്, മോട്ടിവേഷൻ വിത്ത് സാബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് യാത്ര പോണത് കണ്ടിട്ട് എങ്ങോട്ടെങ്കിലും ലോങ് ആണെന്നും വിചാരിക്കണ്ട. ഞങ്ങൾ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാനും കുട്ടിയും എൻ്റെ ഇക്കയും കൂടിയാണ് പോണത്. കുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എങ്ങോട്ട് പോവുകയാണെങ്കിലും കുട്ടിയുടെ കൂടെ ആണെങ്കിൽ നല്ല ഇൻട്രസ്റ്റാണ്. അവളുടെ ആ കുറുമ്പത്തരവും വളവും ഇത് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തോ. അവരെ പൊന്നുപോലെ നോക്കണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശ്രദ്ധിച്ചു കേൾക്കണം. അച്ചടക്കം പഠിപ്പിക്കേണ്ട പ്രായമാണ്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ മകനെ മകളെ പഠിപ്പിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാൻ മകനെ മകളെ പഠിപ്പിക്കണം. അവര് ധരിക്കുന്ന വസ്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് വാഷിംഗ് മെഷീനെങ്കിൽ ഇടാനെങ്കിൽ അവരെ പഠിപ്പിക്കണം. അവര് താമസിക്കുന്ന മുറി അടിച്ചു വാരാൻ അവരെ പഠിപ്പിക്കണം. അച്ചടക്കം പഠിപ്പിക്കണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ പറയുന്നത്. 15 വയസ്സ് മുതൽ മുകളിലോട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ, സുഹൃത്തിനെ പോലെ കൈകാര്യം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്ന എന്നാന്നറിയോ? 25 വയസ്സാകുമ്പോഴാണ് നമ്മൾ 5 വയസ്സിൽ കൊടുക്കേണ്ട ട്രെയിനിങ് തുടങ്ങുന്നത്. എടാ ബെഡ്ഷീറ്റ് മടക്കി വെക്കടാ. എത്രയാ വയസ്സ്? 25. എടാ പാത്രം കഴുകി വെക്കടാ. വയസ്സെത്രയായി? 30. ഇങ്ങോട്ട് നോക്കിക്കേ. കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കേണ്ട അളവിൽ കൊടുക്കണം. ഒരു പ്രായം കഴിഞ്ഞിട്ടല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ പേരന്റിങ് എന്നൊക്കെ പറയുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണെങ്കിൽ അത് ഓരോ പ്രായത്തിനും പ്രായത്തിൻ്റെതായ രീതികളിൽ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടല്ലേ പലപ്പോഴും ഭാരമായി മാറുന്നത്. ബിസ്മിയിലെത്തിയപ്പോൾ ആള് മൂട് മാറി. താഴെ ഇറങ്ങണില്ല പറഞ്ഞിട്ട് ഒക്കത്തുനിന്ന് ഇറങ്ങില്ല എന്നുള്ളൊരു വാശിയാണ്. ഇക്കാക്ക് എടുത്ത് നടക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ട്രോളിയിൽ കൊണ്ടുപോയിരുത്തുകയാണ് ചെയ്തത്. കുറച്ച് നേരമൊക്കെ ട്രോളിയിലിരുന്നു കേട്ടോ. പിന്നെ ആള് മൈൻഡ് മാറി. എനിക്ക് പിന്നെ കുട്ടീനെ എടുക്കാനും ഒന്നിനും പറ്റില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കൊതിയുണ്ട് എൻ്റെ കുട്ടീനെയൊക്കെ ഒന്ന് എടുത്ത് നടക്കാനൊക്കെ. പക്ഷേ എൻ്റെ കുട്ടീനെ ഞാൻ ആകെ 3 മാസം വരെ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് എൻ്റെ സ്റ്റേജ് വളരെ വളരെ മോശമായി. പിന്നെ എനിക്ക് പറ്റിയിട്ടില്ല. കുട്ടിക്കാണെങ്കിൽ അതിയായ ആഗ്രഹമാണ്. എന്നോട് എടുക്കാൻ വേണ്ടി പറയും ഇങ്ങനെ കുട്ടി. പക്ഷേ എന്താ ചെയ്യുക, എൻ്റെ സാഹചര്യം എനിക്ക് മോശമായതുകൊണ്ട് ഞാൻ കുട്ടീനെ എങ്ങോട്ടേലും പോകുമ്പോൾ മടിയിൽ ഇങ്ങനെ ഇരുത്തും. അല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് കുറേ കാലം. കുട്ടിക്കിപ്പോൾ 2.5 വയസ്സായി. ഞാൻ 3 മാസം വരെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടില്ല. ട്രോളി കണ്ട ഉടനെ നല്ല ഇൻട്രസ്റ്റിൽ ഞാനിതിലിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്നു കേട്ടോ. കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ ആളുടെ മൂഡ് പിന്നെയും ചേഞ്ചായി. എല്ലാം കുറച്ച് നേരമേ പറ്റുള്ളൂ. എവിടെയെങ്കിലും പോയാൽ എടുത്ത് നടക്കണം. പിന്നെ എടുത്ത് നടക്കുകയാണെങ്കിൽ താഴെ ഇറക്കി വിട്ടാലും ആളിനെ പിടിച്ചാൽ കിട്ടണമില്ല. നമ്മുടെ കണ്ണെത്താ ദൂരത്തൊക്കെ പോയി മറന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്തി വരില്ല എന്ന് വിചാരിച്ചിട്ട് കുറുമ്പത്തിയാണ്. നല്ല ഓഫറുണ്ട് കേട്ടോ ബിസ്മിയിൽ. പാൻസൊക്കെ കുട്ടികളുടെ
നല്ല ഓഫറുണ്ട്. ഒക്കെ ഏതെടുത്താലും 99 രൂപയാണ്. നല്ല മെറ്റീരിയലാണ്. എല്ലാ സാധനവും ഭയങ്കര ഓഫർ കിട്ടും. ബിസ്മിയിൽ മേലെ വർക്ക് നടക്കണം കേട്ടോ. അവിടുത്തെ എസ്കലേറ്ററൊക്കെ നിർത്തി വെച്ചിരിക്കണ്. സ്റ്റെപ്പ് കയറിയിട്ടാണ് മേലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്റ്റെപ്പ് കയറുന്ന കാരണം ഞാൻ മേലെയൊക്കെ പോയില്ല. അല്ലെങ്കിൽ കുട്ടീനെ മേലേക്ക് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടേ വരുള്ളൂ. ഇരിക്കണ കണ്ട അവൾ കുട്ടി ഇരിക്കണ പോലെ. അവൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കണതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ലുലു മാളിൽ പോകുമ്പോൾ അപ്പാനെ കൂട്ടിയിട്ട്, വേറെ ഒന്നുമില്ല, അവിടുത്തെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ആളിങ്ങനെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് 99 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏതെടുത്താലും 99 എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെരുപ്പൊക്കെ ഇട്ട് നോക്കി. പക്ഷേ അത് 99 അല്ല, 99 മുതൽ സ്റ്റാർട്ടിങ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനത് തിരിച്ചു കൊടുത്ത്. ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ചെരുപ്പ് ഇല്ലാഞ്ഞിട്ടല്ലേ, ചെരുപ്പുകളൊക്കെ 3-4 വക ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ ശരി 99 ആണോ അല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അങ്ങോട്ട് തന്നെ ബില്ലിടുമ്പോൾ തിരിച്ചു കൊടുത്തു കേട്ടോ. എല്ലാ സാധനവും നല്ല ഓഫറുണ്ട്. ഫേസ് ക്രീം, സോപ്പ്, മോയ്സ്ചറൈസിങ്ങും അങ്ങനെ കൂടുതലായിട്ടൊന്നും വാങ്ങിയില്ല. കാരണം മകനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചുള്ളൂ. കുറച്ചായിട്ടുള്ളൂ, എല്ലാം ഉണ്ട്. അപ്പോൾ മകനിക്ക് കൊണ്ടുപോകാൻ കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ വേണമെന്ന് വെച്ചിട്ട് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ട്രോളി നിറച്ചിട്ടാണ് വരിക. ഇപ്രാവശ്യം പോയിട്ട് അങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല, അത്യാവശ്യം മാത്രം വാങ്ങി. മക്കൾക്ക് നല്ല ഓഫറാണ് കേട്ടോ. എല്ലാം 50% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ബൈ 1 ഗെറ്റ് 1 ഫ്രീ നിൽക്കണ കണ്ടോ. പിന്നെ നമ്മൾ വിളിച്ചു കൊടുത്ത് കിട്ടില്ല, കണ്ടോ ഓടി, ആളുടെ ഇക്കാക്ക് പേടി കുട്ടീനെ ഇറക്കി വിടാൻ. കുട്ടി എവിടെയെങ്കിലും പോയി നിന്നിട്ട് കാണാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷനാണ് ഇക്കാക്ക്. ഞാൻ പറയും അവൾക്ക് എവിടെ പോയാലും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും. കാരണം ആൾക്ക് ഒരു പേടിയുണ്ട്, നമ്മളെ കാണാതായ ഒരു പേടി ഉണ്ടാവും. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ചെറുതിനൊന്ന് ഒരു വിധത്തിൽ സെറ്റാക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് പോകുമ്പോൾ തന്നെ ഞാൻ കണ്ടു വെച്ചിട്ട് പോയതാണ്. പിന്നെ കുട്ടിക്കും വലിയ ഇഷ്ടമാണ് സ്വീറ്റ് കോണ്. അതിൻ്റെ മണം അങ്ങനെ മൂക്കിലടിച്ചിട്ട് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഇത് കഴിക്കണമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ചെയ്യുമ്പോൾ ആ ഓൾ ഓപ്ഷൻ ബെല്ലൈക്കൻ ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കി വെക്കണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ടാറ്റ, ബൈ ബൈ, സീ യു, ബായ്. ഞാനിത് കഴിച്ചിട്ട് വരാവേ. ഓക്കേ.